ഹലോ ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് റെഡ്മി K90 Pro Max എന്ന ഫോണിനെ കുറിച്ചിട്ടാണ്. ഫോൺ റിലീസ് ചെയ്തിട്ടുള്ളത് 2025 ഒക്ടോബർ മാസത്തിലാണ്. ബേസിക് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫോണിന്റെ വെയിറ്റ് വരുന്നത് 218 ഗ്രാം ആണ് വരുന്നത്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.9 mm തിക്നെസ് ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് നോക്കുന്ന സമയത്ത് 512 GB-യിലും 1 TB സ്റ്റോറേജിലും നമുക്ക് ഫോൺ അവൈലബിൾ ആണ്. ബാക്കി മെയിൻ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.9 ഇഞ്ച് സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ 1200x2608 പിക്സലാണ് റെസൊല്യൂഷൻ വരുന്നത്. മെയിൻ ക്യാമറ നോക്കുന്ന സമയത്ത് 50 MB മെയിൻ ക്യാമറയാണ് പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ റാം ആൻഡ് ചിപ്സെറ്റ് നോക്കുന്ന സമയത്ത് 12 GB റാമിലും 16 GB റാമിലും നമുക്ക് ഫോൺ അവൈലബിൾ ആണ്. ബാറ്ററി കപ്പാസിറ്റി 7560 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ചാർജിങ് 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വരുന്നത് 50,000 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത്. ഇനി ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് 50,000 രൂപയ്ക്ക് ഈ ഫോണ് വർത്ത് ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നെറ്റ്വർക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. 5G നെറ്റ്വർക്ക് എനേബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2025 ഒക്ടോബർ മാസത്തിലാണ് റിലീസ് ആയിട്ടുള്ളത്. ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ള റെഡ്മിയുടെ ഫോണാണ്. അതുപോലെ തന്നെ ബോഡി നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 218 ഗ്രാം ആണ് ഫോണിന്റെ വെയിറ്റ് വരുന്നത്. 7.9 mm തിക്നെസ് ആണ് ഫോൺ വരുന്നത്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സൈസ് 6.9 ഇഞ്ചാണ് വരുന്നത്. റെസൊല്യൂഷൻ 1200x2608 പിക്സലാണ് റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ OS പ്ലാറ്റ്ഫോം നോക്കുന്ന സമയത്ത് Android 16 ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഫോണിന് മെമ്മറി കാർഡ് സ്ലോട്ട് എനേബിൾ അല്ല. ഇന്റേണൽ സ്റ്റോറേജ് നമുക്ക് 256 GB 12 GB റാമിലും 512 GB 12 GB റാമിലും 512 GB 16 GB റാമിലും 1 TB 16 GB റാമിലും നമുക്ക് ഫോൺ അവൈലബിൾ ആണ്. മറ്റൊരു മെയിൻ ഫീച്ചർ നോക്കുന്ന സമയത്ത് ക്യാമറയിലെ സെക്ഷനിലോട്ട് വരുമ്പോൾ ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 50 MB ഡ്യുവൽ പിക്സൽ ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ തന്നെ 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വിത്ത് 5x ഒപ്റ്റിക്കൽ സൂം എനേബിൾ ആണ്. അതുപോലെ തന്നെ 50 MP അൾട്രാ വൈഡ് ലെൻസും അവൈലബിൾ ആണ്. ഇനി വീഡിയോന്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് 8K ആണ് വീഡിയോ ക്ലാരിറ്റി വരുന്നത്. 8K at 30 FPS ഫ്രെയിം റേറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 30-60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 180p 30, 60, 120, 240, 960 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി സെൽഫി ക്യാമറയുടെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് സിംഗിൾ ക്യാമറയാണ് വിത്ത് 32 MP ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി സെൽഫി ക്യാമറയുടെ വീഡിയോ ക്ലാരിറ്റി നോക്കുന്ന സമയത്ത് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലും അതുപോലെ തന്നെ 180p 30-60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാർജിങ് സെക്ഷൻ നോക്കുന്ന സമയത്ത് USB Type-C പോർട്ടാണ് വരുന്നത്. മറ്റു ഫിംഗർ പ്രിന്റ് നോക്കുന്ന സമയത്ത് അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററിന്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7500 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാർജ് നോക്കുന്ന സമയത്ത് ഫാസ്റ്റ് ചാർജിങ് 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇതിൽ എനേബിൾ ആണ്. അതുപോലെ തന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും 22.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഫോണിന്റെ കളർ വാരിയന്റ് വരുന്ന സമയത്ത് ബ്ലാക്ക്, വൈറ്റ്, ഡീനിയം ബ്ലൂ അതുപോലെ തന്നെ ലംബോർഗിനി വൈറ്റ് ഈ കളറുകളിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈസിന്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50,000 രൂപയാണ് പ്രൈസ് ഇന്ത്യയിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇനി ഓവറോൾ ഈ 50,000 രൂപ പ്രൈസിൽ ഇത് വർത്ത് ആണോ നോക്കുന്ന സമയത്ത് തികച്ചും വർത്തായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ചും ഒന്ന് ഇതിന്റെ ബാറ്ററി സെക്ഷൻ 7560 mAh ബാറ്ററി ആണുള്ളത്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ഒരുപാട് ബാറ്ററി ലൈഫ് കിട്ടുന്ന 7560 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ റാം സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് 12 GB 16 GB റാം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. പെർഫോമൻസ് ഒക്കെ ഭയങ്കര സ്പീഡും സ്മൂത്തും ആവും. അതുപോലെ തന്നെ ക്യാമറ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 8K വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു കിടിലൻ ഫോണാണ്. 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ ഫോൺ തന്നെയാണ് റെഡ്മി K90 Pro Max.